ഹായ്, എല്ലാവർക്കും വീണ്ടും ജോണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിടുതലൈ 2 ഞാൻ എൻ്റെ ലൈഫിൽ ഒരു പ്രതീക്ഷയില്ലാതെ എൻ്റെ ട്രെയിലർ പോലും കാണാതെ വെറുതെ വെറുതെ ഇരുന്ന സമയത്ത് ഒരു പുതിയ പടം വരുന്നുണ്ട്, തമിഴ് സിനിമയാണ്, കണ്ടേക്കാം എന്ന് വിചാരിച്ച് പോയി കണ്ടൊരു സിനിമയാണ് വിടുതലൈ. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ എന്തോ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടെന്ന്, ഇദ്ദേഹം സൂരി നായകനായിട്ട് വരുന്നു. ഓക്കെ, എന്തെങ്കിലും ഇത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു തോന്നലൊക്കെ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനീഷ്യലി ഒരു പ്രതീക്ഷയില്ലാതാണ് ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടുള്ളത്. അങ്ങനെ കണ്ട ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് അതിന്റെ അളവൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അത്ര പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട്. സിനിമയുടെ ലാസ്റ്റ് എസ്പെഷ്യലി ആ പോലീസുകാരെ നായകനൊക്കെ പിടിച്ചതിന് ശേഷമൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചങ്കിലുണ്ടാവുന്ന ഒരു വേദന ഉണ്ട്. അവരെ കൊന്നിട്ടുണ്ടാവോ, തല്ലി കൊല്ലുക, ആ പെണ്ണെത്ര തല്ല് കൊണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ട്. ഇപ്പോഴും എന്റെ ഉള്ളിൽ അതുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഇനി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സൂര്യയുടെ ക്യാരക്ടർ അവളെ ആ നായകനെ രക്ഷപ്പെടുത്തുവോ, അതോ ഇനി സൂര്യൻ നമ്മുടെ ഇദ്ദേഹവും അയാളുടെ പേരെന്താ, നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് പേര് കിട്ടുന്നില്ല, ഡോക്ടറല്ല മാഷാണല്ലേ, അപ്പോ അയ്യോ വിജയ് സേതുപതി. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിക്കോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അതിലെ ഭയങ്കര ഭയങ്കര ഡീപ്ലി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മ്യൂസിക്കും, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഒരു ഇഷ്ടമാണ് ആ സിനിമയോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിടുതലൈ. അപ്പൊ വിടുതലൈ 2ന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഞാനത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. 8 മണിക്ക് അതിന്റെ ഓഡിയോ ആൻഡ് ട്രെയിലർ വരുന്നു പറഞ്ഞിരുന്നു. ഇപ്പൊ കുറച്ച് മുമ്പ് സോണി മ്യൂസിക് സൗത്തിൽ ഒരു രണ്ടാമത് അപ്ലോഡ് ചെയ്താണോ അതിപ്പോഴാണ് ആദ്യം വരുന്നത് എനിക്ക് അറിയില്ല. ഇന്നലെ ഞാൻ വേറെ ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല. അപ്പൊ ഇന്ന് ഈ സമയത്ത് തന്നെ വന്ന് തോന്നുന്നു. എന്തായാലും വിടുതലൈ പാർട്ട് 2 അതിന്റെ ട്രെയിലർ നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടുനോക്കാം എങ്ങനെ ഉണ്ടാവും. റെഡി? நிலம் இனம் மொழின்னு மக்களை ஒன்று சேர்க்கிற வேலையை நாங்கள் செய்ய ஆரம்பிச்சப்போ நீங்கள் கட்டமைச்சிருக்கிற இந்த ஜாதி மதம் பிரிவினைவாதம் எதை வச்சு உங்கள் அமைப்பால் அரசியல் பண்ண முடியாமல் போச்சு. அப்போ ஆரம்பிச்சது இந்த பயம். அந்த பயத்தால் தான் எங்களை பிரிவினைவாதிகள்னு பிரச்சாரம் பண்ணுறீங்க. பெருமாள் அரெஸ்ட் பண்ணியிருக்கிறதா சொல்கிறாரு. சிஎம் சார் வீட்டுக்கு ஃபோன் பண்ணுங்க. வன்முறை எங்கள் மொழி இல்லை, ஆனால் எங்களுக்கு அந்த மொழியும் பேச தெரியும். நம்ம 2 பேரும் கல்யாணம் பண்ணிக்கலாம். பாட்டு இளையராஜா கோர்ட்ல ப்ரொடியூஸ் பண்ண இந்த பெருமாள் யார், அவ எங்க பிறந்தான், என்ன படிச்சான், எதுக்காக நம்ம கவர்மெண்ட்டை எதிர்த்து சண்டை போடுறான்? ஒடுக்கப்பட்ட மக்களுக்காக போராடின எல்லோரும் நம்முடைய முன்னேற்றியர் தான். மகாலட்சுமியை கொண்டுலாம்ப்பா. சரியான நேரம் வரும்போது செய்வோம். ஒடுக்கப்பட்ட மக்களோட நிக்கிற எல்லோருமே நம்முடைய தோழர்கள் தான். என்ன மாதிரி படிக்காத ஒருத்தன் தண்டவாளத்துல தலை வச்சு படுத்தனாலதான் உன்ன மாதிரி ஒருத்தன் படிச்சு வந்து இங்க உட்கார்ந்து இருக்க. உனக்கான பயணத்தை பாதை காட்டு. இந்த மோனே கருப்பனுக்கு சாவலடா. யார் பிடிச்சது? ஓ முத்து மணி. பெருமாள் தொடர பேஸ் கேம்ப்ல தான் வச்சிருப்பாங்க. நம்ம அங்கேயே இறங்கி தாக்குதல் நடத்தி அவரை கூட்டிட்டு வரும். சுனில், பெட்டர் நைட் அவனை கேம்ப்ல வைக்காத. சேஃபான இடத்துக்கு ஷிஃப்ட் பண்ணிடு. முரேசன், மறுபடியும் நீங்க தானா? ராகவேந்தர், பெருமாள் தப்பிச்சிடக்கூடாது. கேர்ஃபுல். பாலா, யாருன்னு பாரு. வாத்தியார் தாங்க ஐயா. தத்துவம் இல்லாத தலைவர்கள் ரசிகரை மட்டும்தான் உருவாக்குவாங்க. அது முன்னேற்றத்துக்கு வழிவகுக்காது. എന്ത് സൂപ്പർ ട്രെയിലറാണ്. ജസ്റ്റ് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് പംസും. 2 മിനിറ്റ് 41 സെക്കൻഡ് ട്രെയിലർ ഉള്ളത്. എന്തൊരു പടം നമ്മൾ അതിനുള്ളിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നോക്കൂ. ഈ സിനിമയുടെ പ്രത്യേക വെട്രിമാരൻ മാജിക് ആണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇളയരാജന്റെ സോങ്ങും അദ്ദേഹത്തിന്റെ സൗണ്ടും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഈ സിനിമയുള്ളത്. വെറുതെ മറ്റു സിനിമകൾക്കുള്ള പോലെ ഹൈപ്പിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, കാരണം സൂര്യയാണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് കിട്ടിയോ എനിക്കറിയില്ല, സൂര്യനെ കാണിക്കുന്ന സമയത്ത്
മ്യൂസിക്കും സൂര്യ പുല്ലിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടല്ലോ. എനിക്ക് വിസിലടിക്കാനാണ് ഫീൽ ചെയ്തത്. എനിക്ക് വിസിലടിക്കാൻ അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. അപ്പോ പക്ഷെ അത് വിസിലടിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ കൈയടിച്ചോളാം. അത് ഭയങ്കരമായിട്ട് ഫീൽ ആകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഡയലോഗ് ഡെലിവറി, വിജയ് സേതുപതി പറയുന്ന സാധനങ്ങൾ, അത് ഞാൻ ചെവിയിലെ മുഴക്കം, മ്യൂസിക്, എന്ത് പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം ഇവർ തരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമയാണ് 1. 2 കാണുമ്പോ സത്യസന്ധമായിട്ട് പറയാണ്, ഭയങ്കരമായിട്ട് അത് ഫസ്റ്റ് ഷോ പോയി കാണാൻ തോന്നുന്നുണ്ട്. അത്ര നല്ല സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വെട്രിമാരൻ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഭയങ്കരമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഡീപ്പായിട്ട് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുള്ള ഒരു ഇമോഷൻ, ഇത്രയും എന്റെ ഉള്ളിലേക്ക് വന്നുള്ള ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വെട്രിമാരന്റെ സിനിമകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. നമ്മൾ 1 by 1 ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ പറയേണ്ടി വരും. എന്നാൽ പോലും ഇതിൽ എനിക്ക് എന്തോ ഒരു, കാരണം പൊതുവെ പറയുന്ന ഇമോഷൻ സാധനം മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. നല്ല പ്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന പാട്ടുകളാണെങ്കിലും, ഇതിന്റെ വിഷ്വൽസിന്റെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ സൂര്യനെ പോലെ ഒരു നായകനെ, അല്ലെങ്കിൽ ഹാസ്യ നടൻ എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കിയിരുന്ന അദ്ദേഹത്തിന്റെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ടൈമിങ്ങും ഭയങ്കരമാണ്. കാരണം അദ്ദേഹത്തിന്റെ തമാശകൾ കേട്ട് 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 ഒരു കാലത്ത് നമ്മൾ സുരാജ് വെഞ്ഞാറമൂടിനെ പറഞ്ഞ പോലെ കേട്ട് കേട്ട് അവസാനം ചളി എന്ന് പറഞ്ഞ് ഒഴിവാക്കി നമുക്കത് മടുപ്പായി തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു സൂരി. സെയിം ആക്ഷൻ, സെയിം ഡയലോഗ്സ്, സെയിം ഡെലിവറി. ഇത് കണ്ട് 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 മടുത്ത് നമുക്ക് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിൽ ചവിട്ടി ഒതുക്കി ഒരു മൂലക്കിടാൻ പോകുന്ന സമയത്താണ് പുള്ളി ഇമ്മാതിരി ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നത്. അതിനുശേഷം പുള്ളിന്റെ ആ ഗ്രാഫ് എന്ന് പറഞ്ഞ ഒറ്റ പോക്ക കുത്തനെ. ആൻഡ് വീണ്ടും എനിക്ക് തോന്നുന്നു എവിടെയോ കുറച്ചൊന്ന് ഡൗൺ ആയി തുടങ്ങുന്നുണ്ടോ എന്ന് തോന്നുന്ന സമയത്താണ് ഈ സിനിമ വരുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് വീണ്ടും ഉണ്ടാക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആൻഡ് ആ ഒരു കോംബോ, പിന്നെ ഇതിലെ നായിക, ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് വീണ്ടും നീങ്ങളാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിജയ് സേതുപതി. അപ്പൊ വീണ്ടും ഇതിനെ പൊക്കും എന്നുള്ളത് ഓക്കെയാണ്. അങ്ങനെ നമുക്ക് കുറെ സാധനങ്ങൾ തന്നെ വീണ്ടും പൊക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ പുള്ളി പറയുന്ന പോലീസുമായിട്ട് ചർച്ച ചെയ്യുന്ന അതിലെ മെയിൻ ആളുണ്ടല്ലോ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇത് പ്രസന്റ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മോശം ആളല്ല. എന്നാൽ ഒരു പോലീസുകാരനാണ്, നിയമം പാസ്സാക്കുക അല്ലെങ്കിൽ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ള രീതിയിൽ ആ വഴിക്ക് മാത്രം പോകുന്ന ഒരാളാണ്. സ്ട്രേറ്റ് ഫോർവേഡ് കറക്റ്റ് ആയിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കാം ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പുറത്ത് വിജയ് സേതുപതിയുടെ ക്യാരക്ടറിന് ഒരു ന്യായമുണ്ടെന്ന് അറിഞ്ഞിട്ടും പോലീസുകാരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിനോട് കഥ പറയുന്ന ഭാഗങ്ങളിലൂടെ മഞ്ജുവാരും അവരും തമ്മിലുള്ള പ്രണയം, മഞ്ജുവാർക്ക് എന്ത് സംഭവിച്ചു, മരിച്ചിട്ടുണ്ടോ, മഹാലക്ഷ്മിയെ കൊന്നു കളയാനെന്നൊക്കെ പറയുന്നുണ്ട്. കൊല്ലോ ഇല്ലയോ, അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ, വേറെ എവിടെയും ഒന്നും നമുക്കറിയില്ല. എന്തായാലും അതുമായിട്ട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടാവും. ഫസ്റ്റ് ഹാഫ് മുഴുവനായിട്ടും ഇവിടെ സൂര്യായിരുന്നു, പിന്നീടാണ് വിജയ് സേതുപതി വന്നത്. എന്നാൽ പോലും വിജയ് സേതുപതിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിന്റെ എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്, തിരക്കഥാകൃത്തിനും കഴിഞ്ഞിട്ടുണ്ട്. സോ സെക്കൻഡ് പാർട്ടിൽ അതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയും അതിനപ്പുറത്തേക്ക് നടക്കുന്ന കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടാക്കാൻ ഒരുപാട് സാധ്യതകൾ തുറന്നു വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ അറിയണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ജിജ്ഞാസ എന്ന് പറയും, എനിക്കറിയില്ല, ത്വര ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇനിയും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ സിനിമ കാണാൻ ശ്രമിക്കുക. അത്ര നല്ല സിനിമയാണ്. എന്നിട്ട് സെക്കൻഡ് പാർട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു വിഷ്വലും ആ മ്യൂസിക്കും ഒക്കെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കേൾക്കണം. അത് ഭയങ്കര ഒരു ഫീലാണ്. അത്ര പ്യൂരിറ്റി ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ.